പത്രവാർത്തകളിലാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന പത്രവാർത്തയിൽ ആരോഗ്യമേഖലയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഉണ്ട്. അതുപോലെ മനോരമയിൽ ആ വാർത്ത ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഒടുവിൽ ഉപകരണങ്ങൾ എത്തി എന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത. ഡോക്ടർ ഫാരിസ് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട 23 വയസ്സുകാരൻ്റെ ശസ്ത്രക്രിയ ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് വളരെ സന്തോഷം. ആ പോരാട്ടം ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമം സംബന്ധിച്ച് ഡോക്ടർ CH ഹാരിസ് തുറന്നു പറഞ്ഞത് വിവാദമായതോടെ അത് തണുപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ യൂറോളജി വിഭാഗത്തിലെത്തി. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമാന പ്രശ്നമുണ്ടെന്നിരിക്കെ തൽക്കാലം ഡോക്ടർ ഹാരിസിനെ സമാധാനിപ്പിച്ച് ചർച്ച അവസാനിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. എന്നാൽ അതേസമയം ഡോക്ടർ ഹാരിസിനെ ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ നടന്ന അവലോകന യോഗത്തിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി അദ്ദേഹത്തിന്റെ സംസാരം. ഒരു അതൃപ്തി ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം മോശമാണെന്ന് ചിത്രീകരണത്തിനിടയാക്കും. ഇതാണ് പറഞ്ഞത്. കരുതലോടുകൂടിയുള്ള വാക്കുകളാണ്. അതെ, അതിനൊരു വശം കൂടി ഉണ്ട് എന്നത് സത്യമാണ്. അതെ, മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആരോഗ്യ മേഖല നിങ്ങൾ എടുത്തു നോക്കൂ. ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്ക് വരുന്നു. പണ്ട് 150 കോടി ചെലവഴിച്ചിരുന്ന സ്ഥലത്ത് 1500 കോടി ചെലവഴിക്കുമ്പോൾ ഒരു 145 കോടിയുടെ കുറവുണ്ടാവുന്നതിനെ പർവ്വതീകരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിലപാട്. പക്ഷേ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ മാധ്യമങ്ങൾക്ക് അതൊക്കെ ഒരു വാർത്തയാണല്ലോ. ഒരു കുഞ്ഞിന് ശസ്ത്രക്രിയ മുടങ്ങിയാലും അതൊരു വലിയ വാർത്തയായി വരും. അപ്പോൾ 100 വിജയകരമായ ശസ്ത്രക്രിയകൾക്കും അപ്പുറം നടക്കാതെ പോയ ശസ്ത്രക്രിയ പ്രധാന വാർത്ത. ഉണർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെന്ന് ഓർമ്മിപ്പിക്കൽ കൂടിയാണ്. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത് മീൻപിടുത്തം ഇനി വ്യവസായ അടിസ്ഥാനത്തിൽ മത്സ്യമേഖലയിൽ കേന്ദ്ര ഇടപെടൽ എന്നതാണ്. ചൂണ്ടയിടുന്നവർക്കും ബാധകമായിരിക്കും അതറിയില്ല. ഏതായാലും ചെറുകിട ബോട്ടുകൾക്ക് അത് തിരിച്ചടിയാകും. വൻകിട കമ്പനികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ 7 ലക്ഷം രൂപ കെട്ടിവെക്കണം. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വൈകി അത് ചോദ്യം ചെയ്തതിൽ വിമർശനവും ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും നഷ്ടപരിഹാര തുക സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെക്കണമെന്നാണ് മറ്റൊരു പ്രധാന വാർത്തയുള്ളത്. നമ്മളൊക്കെ ഇപ്പോൾ ജോലിക്ക് കയറിയത് കുറച്ച് നഷ്ടമായി തോന്നുന്നു. ഇപ്പോൾ ഇനി മുതൽ പുതുതായിട്ട് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്ന ആളുകൾക്ക് 15,000 രൂപ വരെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ഗഡുക്കളായി. നേരത്തെയുള്ളവർക്കും തന്നാൽ നന്നായിരുന്നു. പക്ഷെ അത് തരത്തില്ല. പുതുതായിട്ട് ജോലിക്ക് കയറുന്ന ആളുകൾക്ക് 2 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്. അതാണ് മനോരമയുടെ ലീഡ് വാർത്ത. ആദ്യ ജോലിക്ക് അധിക സമ്മാനം. അപ്പോൾ സ്വകാര്യ മേഖലയിൽ ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ സർക്കാർ 15,000 രൂപ വരെ നൽകുന്ന തൊഴിൽ ബന്ധിത ആനുകൂല്യ പദ്ധതിക്ക് ELA കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകി. അടുത്ത 2 വർഷത്തിനിടയിൽ രാജ്യത്ത് 3.5 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാൻ 99,446 കോടി രൂപ ഈ പദ്ധതിയിലൂടെ ചെലവാകും. വ്യത്യസ്ത മേഖലകളിൽ അധികമായി സൃഷ്ടിക്കുന്ന തൊഴിലിന് തൊഴിൽദാതാവിനും ആനുകൂല്യം കിട്ടും. അപ്പോൾ അംബാനിക്കും അദാനിക്കും ഒക്കെ കിട്ടും, നമുക്ക് കിട്ടും, രണ്ട് ഭാഗത്തും കിട്ടും എന്നുള്ളതാണ്. മാസം 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്കാണ് ആദ്യ ജോലിക്കുള്ള ആനുകൂല്യം ലഭിക്കുക. 2 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. EPF രജിസ്ട്രേഷൻ അടിസ്ഥാനത്തിലാകും വേണ്ടത്. ആദ്യ ഗഡു ജോലിക്ക് കയറി 6 മാസത്തിനകവും 2ാമത്തെ ഗഡു 12 മാസത്തിന് ശേഷവും നൽകും എന്നുള്ളതാണ്. മാതൃഭൂമിയുടെ ഞാൻ വായിച്ചതായിരുന്നില്ല യഥാർത്ഥ പേജ്. ഇനി യഥാർത്ഥ പേജ് വരുന്നതേ ഉള്ളൂ. അതിൽ ലീഡ് ഡോക്ടർ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി. അതിൽ ടൈം ലൈൻ ഇട്ടുകൊണ്ട് 3 ദിവസത്തെ അന്വേഷിക്കുമെന്ന് 1-ാം നാൾ പറഞ്ഞു. സത്യസന്ധൻ എന്ന് 2-ാം നാൾ പറഞ്ഞത്. 4-ാം നാൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പഴിച്ചതുണ്ട്. ഒപ്പം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ ജോൺ ഷിനോജിന് 1-ാം റാങ്ക് കിട്ടിയ വാർത്തയുണ്ട്. ദക്ഷിണേന്ത്യയിലെ സ്ഫോടനങ്ങളിൽ 2 തീവ്രവാദികൾ അറസ്റ്റിലായതുണ്ട്. ദേശാഭിമാനിയിലെ വാർത്തയിൽ ഓണത്തിനും കേന്ദ്ര അവഗണന എന്ന വാർത്തയുണ്ട്. അരിയും വെട്ടി എന്നൊരു വാർത്തയുണ്ട്. ഇന്നലെ കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വാർത്തയായിരുന്നു അത്. ആ വാർത്ത ഇതാണ്: കേരളത്തിന് പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിയുന്നവർ കൂടുതലെന്ന് കേന്ദ്രം. വേണമെങ്കിൽ അധിക തുക നൽകി വാങ്ങണമെന്നും മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് അരി നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഓണത്തിന് അധിക അരിവിഹിതം അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. കേരളത്തിന് സഹായം അനുവദിക്കാനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ഭക്ഷ്യവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ആവശ്യമെങ്കിൽ അധിക വില നൽകി അരി വാങ്ങണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. പലപ്പോഴും നമുക്ക് തോന്നുന്നു നമ്മൾ എന്താ തവിട് കൊടുത്തു വാങ്ങിച്ചു. അതാണ് എന്തിന് നമ്മളോട് ഇത് മാത്രം ചെയ്യുന്നതാണ്. ഇതിൽ റെയിൽവേയുടെ റെയിൽ വൺ എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് വരുന്നുണ്ട്. സൂപ്പർ ആപ്പാണ്. അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആദ്യം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പക്ഷേ റിസർവേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ ടിക്കറ്റ് ബുക്കിംഗ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്കിംഗ് എല്ലാത്തിനും നല്ലതാണ് റെയിൽ വൺ. അപ്പോൾ ദേശാഭിമാനിയിൽ മറ്റൊന്ന്, UDF മറന്നാലും ജനം മറക്കില്ല, കേരളത്തിന്റെ ആരോഗ്യം കാത്തത് LDF ആണ് എന്ന് ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ തന്നെ ബാനർ ഹെഡ്ലൈനോട് കൂടി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് LDFന്റെയും UDFന്റെയും കാലത്തെ ആരോഗ്യ മേഖലയിൽ ശരാശരി എത്ര തുക ചെലവാക്കി എന്നുള്ളതാണ്. LDF 2021-22 1424 കോടി ചെലവഴിച്ചപ്പോൾ UDF ചെലവഴിച്ചതാവട്ടെ 2011-12 139 കോടി മാത്രം. ഏറ്റവും ഒടുവിൽ
പോയി. 2024-25 1498 കോടി ചെലവഴിക്കുമ്പോൾ UDF ചെലവഴിച്ചതാവട്ടെ അന്ന് അവസാന വർഷം 114 കോടി മാത്രം. 10 ഇരട്ടിയാണ് ഈ LDF സർക്കാർ. അവകാശവാദമല്ല, കണക്കുകൾ നിരത്തിയുള്ള പ്രതിരോധമാണ്. അതിനെ ഇനി എങ്ങനെയാണ് UDF പ്രതിരോധിക്കാൻ പോകുന്നതെന്ന് അറിയണം. ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇത് തിരുത്തലല്ല തകർക്കലാണ് എന്നുള്ളത് തലക്കെട്ടിലാണ് ഹാരിസിന്റെ സ്റ്റേറ്റ്മെന്റിനെ കണ്ടിരിക്കുന്നത്. ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു. എന്നാൽ ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയാകെ തകർന്നെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാക്കാനുമാണ് പ്രതിപക്ഷവും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു തരത്തിൽ ഈ മാധ്യമത്തിൽ ജീവനക്കാരുടെ നിയമനത്തിൽ സുപ്രീം കോടതിയിൽ സംവരണം 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അവരുടെ പ്രാതിനിധ്യം സാമൂഹ്യനീതി ഉറപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? കുറച്ച് വൈകിപ്പോയി എങ്കിലും വന്നല്ലോ. മാധ്യമത്തിലെ ഡോക്ടർ ഹാരിസ് ഇമ്പാക്ട് 3-ാം ദിനം ഉപകരണങ്ങൾ പറന്നെത്തി എന്നാണ് ടൈറ്റിൽ. ജോൺ ഷിനോജിനാണ് 1-ാം റാങ്ക്. ചിത്രങ്ങൾ സഹിതം റാങ്കുകാരുടെയൊക്കെ ചിത്രങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. കേരള വിദ്യാർത്ഥികൾ ആധിപത്യം തിരിച്ചു പിടിച്ചു. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ മനോഹരമായ കാര്യം. അതൊക്കെ ഇനി ഏതൊക്കെ പരിശീലന പരസ്യങ്ങളായിരിക്കും അല്ലേ? അതെ, എന്നാലും ആയിരിക്കുമെങ്കിലും കുട്ടികൾ മിടുക്കന്മാരാണ്. അത് ഇതിൽ KSലും ആസൂത്രണ ബോർഡ് നിയമനങ്ങൾ അട്ടിമറിയെന്ന മാധ്യമത്തിൽ വാർത്തയുണ്ട്. അഭിമുഖത്തിന് മുന്നേ എഴുത്ത് പരീക്ഷയുടെ മാർക്കുകൾ മുതിർന്ന PSC അംഗം തേടി എന്ന് പറയുന്നു. മുതിർന്ന കമ്മീഷൻ അംഗമാണ്, ആ പേര് കാണുന്നില്ല. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിക്കാനുള്ള നീക്കം എന്ന ആരോപണം എന്ന മട്ടിലാണ് അനുരു അശോകിന്റെ റിപ്പോർട്ടായി. തെലങ്കാനയിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 36ആയി. 6 തൊഴിലാളികളെ കാണാനുണ്ട് എന്നുള്ള വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. 19 പേരെ കൂടി കണ്ടിട്ടുണ്ട്. ടോൾ ഫ്രം ദി എക്സ്പ്ലോഷൻ അറ്റ് എ ഫാർമസ്യൂട്ടിക്കൽ യൂണിറ്റ് അറ്റ് പാഷ്മിലിയാരം നിയർ ഹൈദരാബാദ് റോസ് ടു 36. വലിയ സ്ഫോടനമായിരുന്നു. ആ സ്ഫോടനത്തിന്റെ വാർത്ത നമ്മൾ ശിവകാശിയിലും പടക്കശാലയിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള വാർത്തകൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും നമ്മളൊന്ന് കടന്നുപോയിട്ടുണ്ട്. കൂടുതൽ ഈ വാർത്തകളുടെ ഫോളോ അപ്പുകൾ വരുന്നു. നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ്.